എല്ലാ പാർട്ടിക്കാരും വോട്ടിനു വേണ്ടി തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല. തീരുമാനം 3 ദിവസത്തിനകം ഉണ്ടാകും. ഇക്കാലം അത്രയും ഒരു പ്രത്യേക പാർട്ടിയെയും പിന്തുണച്ചിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളെ പരിഗണിച്ചാകും നിലപാട്. അതായിട്ടില്ല. മോദിക്ക് അനുകൂലമായോ പ്രതികൂലമായോ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. തന്റെ നിലപാട് മോദിക്ക് പ്രതികൂലമായാൽ ആകട്ടെ എന്നും കാന്തപുരം പറഞ്ഞു. ഞങ്ങളങ്ങനെ യാതൊന്നും പറഞ്ഞിട്ടില്ല. മോഡിക്ക് അനുകൂലവും പറഞ്ഞിട്ടില്ല, പ്രതികൂലവും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് മോഡിക്ക് പ്രതികൂലമായാൽ പ്രതികൂലമാവും. 6 മാസം മുൻപ് തീരുമാനിച്ച പരിപാടിയായിരുന്നു അഹമ്മദാബാദിൽ നടന്നത്. മോദിയുടെ ചില ആളുകൾ കേരളത്തിലെത്തി പ്രസംഗിച്ചത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യ വിട്ടു പോകണമെന്നാണ്. അതിന് വിരുദ്ധമായിട്ടാണ് താൻ ഗുജറാത്തിൽ പ്രസംഗിച്ചത്. ഇന്ത്യ മുസ്ലിങ്ങളുടേതോ ഹിന്ദുക്കളുടേതോ അല്ല, എല്ലാവരുടേതുമാണ്. ആരെയെങ്കിലും പുറത്താക്കുന്നതിനോട് യോജിപ്പില്ല. ഇന്ത്യയുടെ അഖണ്ഡത നിലനിർത്തും, മതേതരത്വം കാത്തുസൂക്ഷിക്കും. ഈ നിലപാട് മോദിക്കെതിരാവുമെങ്കിൽ ആയിക്കോട്ടെ എന്നും കാന്തപുരം പറഞ്ഞു. താൻ ഇതുവരെയും ഒരു പാർട്ടിയെയും പിന്തുണച്ചിട്ടില്ല എന്നിരിക്കെ താൻ മോദിയെ പിന്തുണച്ചുവെന്ന് ആരോപിക്കുന്നത് ശത്രുക്കളാണെന്നും കാന്തപുരം ഷാർജയിൽ പറഞ്ഞു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. അറിവിന്റെ വിസ്മയലോകം ഒരു വിരൽത്തുമ്പിലൂടെ സന്ദർശിക്കൂ www.ssmobile.com. താങ്ക് യു.